അതെ, രേവതി അമ്മായിയുടെ മകൾ തന്നെയാ, അതുപോലെ എൻ്റെ മുറപ്പെണ്ണും. യാദവ് ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തിയതും വർക്കിച്ചേട്ടൻ സന്തോഷത്തോടെ നിറകണ്ണാൽ അവനെ നോക്കി. മോനെ, മോളെങ്ങനെ മോൻ്റെ അടുത്ത് വന്നു? അത് വലിയ കഥയാ വർക്കേട്ടാ, പിന്നെ പറയാം. അങ്ങനെ ആവട്ടെ കുഞ്ഞെ, പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഇപ്പം ഞാൻ തറവാട്ടിലേക്ക് പോവുക, പിന്നെ മേരി ഇവിടെ സഹായത്തിനുണ്ടാവും. ശരി വർക്കേട്ടാ. വർക്ക് ചേട്ടൻ പോയതും യാദവ് കാത്തു കിടക്കുന്ന റൂമിലേക്ക് നടന്നു. അവൾ ജനലിൻ്റെ അരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കതും അവൻ അവളെ വിളിച്ചു. ഡീ, എന്താ? കഴിക്കാൻ വാ. എനിക്കൊന്നും വേണ്ട. ദേ, എൻ്റെ കയ്യിൽ നിന്നും വല്ലത് വാങ്ങണ്ടെങ്കിൽ വന്നിരുന്ന് കഴിച്ചോ. ഒരു കുഞ്ഞു വയറ്റിലുള്ളത് പോലും നിനക്ക് ഓർമ്മയില്ലേ? എന്തിനാ അവരോട് അങ്ങനെ പറഞ്ഞത്? എന്ത്? ഞാൻ ഭാര്യയാണെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഈ താലിമാല ഊരി ഇങ്ങോട്ട് തന്നേക്ക്, ഇനി നിനക്ക് അതിൻ്റെ ആവശ്യമില്ല. അവൾ താലിയെ മുറുക്കെ പിടിച്ചതും അവൻ അവളെ നോക്കി. ഇനിയും ആ പൊന്ന മോൻ്റെ താലി അണിഞ്ഞ് നടക്കണോ നിനക്ക്? അവൾ താലി നിറഞ്ഞ കണ്ണാൽ ഊരിക്കൊടുത്ത് യാദവിനെ നോക്കി. ദാ, ഇനി ഈ മാല അണിഞ്ഞോ. അവൻ അവൾക്ക് നേരെ മാല നീട്ടിയതും അവൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. പെട്ടെന്ന് അവന് ദേഷ്യം വന്നതും ആ മാല അവളുടെ തലവഴിയിട്ടു. പറഞ്ഞ അനുസരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ മാർഗമുള്ളൂ. അവൻ ദേഷ്യത്തിൽ നടന്നു പോയതും കാർത്തു ഞെട്ടി നിന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ഞെട്ടലിലായിരുന്നു പുതപ്പിൻ്റെ ഉള്ളിലൂടെ തലയിട്ട് നോക്കിയിരുന്ന നന്ദുവിന്. അവൾ കുറച്ചു നേരം കാർത്തുവിനെ നോക്കി അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് പോയി. എന്നാലും ചേച്ചി, എന്നോടിത് വേണ്ടായിരുന്നു. എന്താ മോളെ? നിങ്ങളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചില്ലല്ലോ. ഞാൻ കണ്ടു ഏട്ടൻ മാലയിട്ടത്. പിന്നെ നിങ്ങളുടെ കല്യാണം ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഞാനിത് ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ ഞാൻ ഏട്ടത്തി എന്ന് വിളിക്കുള്ളൂ. അപ്പോൾ ശരി ഏട്ടത്തി. ഏട്ടത്തി റെസ്റ്റ് എടുത്തോ. ഞാനിപ്പോൾ നടന്നത് എല്ലാം വള്ളി പുള്ളിയും തെറ്റാതെ ശിവേട്ടനെ അറിയിക്കട്ടെ, അല്ലെങ്കിൽ സമാധാനം കിട്ടില്ല. മോളെ, നീ വിചാരിക്കുന്നത് പോലെയല്ല. എനിക്കിനി ഒന്നും കേൾക്കേണ്ട ഏട്ടത്തി, ഞാൻ പോയി. നന്ദു ചാടിത്തുള്ളി പോയതും കാർത്തു ബെഡിലേക്കിരുന്നു. രാത്രി യാദവ് കാത്തുവിന് ഭക്ഷണം വിളമ്പി കൊടുത്തതും കാത്തു അവനെ നോക്കി. എന്താ? കഴിക്കാൻ തോന്നുന്നില്ല, ഛർദ്ദിക്കാൻ വരിക. ഭക്ഷണം കഴിക്കാതെ കിടക്കാമെന്ന് വിചാരിക്കേണ്ട. ഛർദ്ദിക്കാൻ വരണമെങ്കിൽ ഛർദ്ദിക്കട്ടെ. ഭക്ഷണം കഴിക്ക്. അവൾ കഴിക്കാതെ നുള്ളിപ്പുറക്കിയിരിക്കുന്നത് കണ്ടതും യാദവ് അവൾക്ക് നേരെ ഭക്ഷണം നീട്ടി. കഴിക്ക്. അവൾ വീണ്ടും നോക്കിയിരിക്കുന്നത് കണ്ടതും അവൻ അലറി. പെട്ടെന്ന് അവൻ നീട്ടിയതും അവൾ കഴിച്ചതും അവൻ അവൾക്ക് വാരിക്കൊടുത്തോണ്ടിരുന്നു. ഇടയ്ക്ക് കുശുമ്പ് കുത്തി നന്ദുവും വന്നതും അവൻ രണ്ടുപേർക്കും മാറി മാറി ഊട്ടി. പിന്നെ അവനും കഴിച്ചെഴുന്നേറ്റു. ഇപ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഇല്ല. അവൻ പിന്നെ ഒന്നും പറയാതെ പോയതും നന്ദുവിൻ്റെ കൂടെ കാത്തുവും അടുക്കളയിലേക്ക് നടന്നു. ഈ സമയം ദേവു അവൻ്റെ ആളുകളും യാദവിൻ്റെ വീട്ടിൽ വന്നു. അവിടെ ആരുമില്ലെന്ന് കണ്ടതും ദേവ് ദേഷ്യത്തിൽ എന്തൊക്കെയോ തട്ടിമറിച്ചിട്ട് പോയി. നന്ദു, കാത്തുവിനെ വിളിച്ചു പോയി കിടക്കാൻ നോക്ക്. ഞാൻ കിടക്കാൻ പോവുക. ഇതും പറഞ്ഞ് അവൾ റൂമിൽ കയറി വാതിലടച്ചതും യാദവ് റൂമിൻ്റെ വാതിൽ തട്ടി. മോളെ നന്ദു, കാത്തുവിനൊപ്പം കിടത്ത്. ഞാനറിയാതെ ഏട്ടൻ ചേച്ചിയെ മാല അണിയിച്ചില്ലേ? അപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു റൂമിൽ കഴിയണം. അതുകൊണ്ട് ഞാൻ ഈ വാതിൽ തുറക്കില്ല. ഏട്ടൻ്റെ റൂമിൽ ഏട്ടത്തിയെ കിടത്തിക്കോ. അപ്പോൾ ഗുഡ് നൈറ്റ്. യാദവ് നന്ദു കുറേ വിളിച്ചെങ്കിലും വാതിൽ തുറന്നില്ല. ഞാനൊരു റൂമിൽ കിടന്നുകൊണ്ട് ഇവിടെ കുറേ റൂമുള്ളതല്ലേ? എൻ്റെ റൂമിൽ കിടന്നാൽ മതി. നിനക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാനെങ്ങനെയാ അറിയാം? അതുകൊണ്ട് ആ റൂമിൽ പോയി കിടക്ക്. ഞാനില്ല. യാദവ് അവളെ വലിച്ച റൂമിലിരുത്തിയതും അവൾ പേടിച്ച് വിറച്ചു. യാദവ് റൂം അടച്ചതും അവൾ നിന്ന് വിയർത്തു. ഈ സമയം നീലിമയിലേക്കുള്ള യാത്രയിലായിരുന്നു ഗായു. യാദവ് അവളുടെ അടുത്തേക്ക് വന്നതും പേടിച്ചു വിറച്ചു. ഡീ പെണ്ണെ, കയറി കിടക്ക്. ഞാൻ താഴെ കിടന്നുണ്ട്. കയറി കിടക്കാനാ പറഞ്ഞത്. അവൾ വേഗം കിടന്നതും യാദവ് നിലത്ത് പാവിരിച്ച് കിടന്നു. ഡീ, എന്താ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. കാത്തു പിന്നെന്തൊക്കെയോ ആലോചിച്ച് കിടന്നു. നിലത്ത് കിടക്കുന്ന യാദവിനെ നോക്കി. പിന്നെ കണ്ണുകൾ അടച്ച് നിദ്രയിലേക്ക് വീണു. രാവിലെ ദേവ് കണ്ണു തുറന്നതും മുന്നിലിരിക്കുന്ന രച്ചുവിനെ നോക്കി. നീ എന്താ ഇവിടെ? ദേവ്, 2 ദിവസമായി നീ കോൾ ചെയ്യുന്നില്ലല്ലോ. കുറച്ച് ബിസിയായിരുന്നു. അപ്പം നീ എന്നെ മറന്നു അല്ലേ? ലച്ചു, അങ്ങനെയൊന്നും പറയല്ലേ. ആ പെണ്ണ് പോയ പിന്നെ എനിക്കൊരു സമാധാനവുമില്ല. അവൾ നിച്ചുവിൻ്റെ അടുത്തേക്ക് പോയി കാണും. അതിന് നിച്ചു നാട്ടിലില്ലല്ലോ. അവളുടെ കാര്യം എന്തിനാ നീ അന്വേഷിക്കുന്നത്?
കാരണം അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. വാറ്റ്? നീ എന്താ പറഞ്ഞത്? സത്യം നിന്നിൽ ഞാൻ മറച്ചു വെച്ചതാ. അപ്പോൾ നിച്ചുവിൻ്റെ കുഞ്ഞ് അവളിൽ വളർന്നു? നിച്ചുവിൻ്റെ അല്ല, എൻ്റെ. ദേവ്, നീ എന്താ പറഞ്ഞത്? അവളുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞാണ്, അതിനെനിക്ക് സംശയമില്ല. അതുകൊണ്ട് അവളെ വേഗം കണ്ടുപിടിച്ച് ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. ദേവ്, നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു തെറ്റ് ആർക്കും പറ്റും. ഇനി നിനക്കെന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് പോവാം. എന്താ ദേവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നിന്നെ വേണം. നിന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നിനക്കെൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ ലച്ചു? അയ്യോ ദേവ്, ഇന്ന് ഞാൻ ഫ്രീ അല്ല. എനിക്ക് ഓഫീസിൽ പോകണം. ഇപ്പം തന്നെ വൈകി. എന്നാ നീ പൊക്കോ. പിന്നെ കാത്തുവിനെ കിട്ടുകയാണെങ്കിൽ എന്നോട് പറയാൻ മറക്കരുത്. ബൈ ദേവ്. ലവ് യു ടു. ഈ സമയം ലച്ചുവിൻ്റെ ഫോൺ ബെല്ലടിച്ചതും അവൾ ദേവിൻ്റെ റൂമിൽ നിന്നിറങ്ങി ഓണാക്കി. ഹലോ ബേബി, പറ. ദേവിനെ പോയി കണ്ടോ? കണ്ടു. നീ പ്രൊജക്റ്റിൻ്റെ കാര്യം പറഞ്ഞു അവനോട്? അവൻ്റെ മൂഡിപ്പോൾ ശരിയല്ല, അതുകൊണ്ട് പിന്നെ പറയാം. പെട്ടെന്ന് ആ പ്രൊജക്റ്റ് നമുക്ക് കിട്ടണം. പിന്നെ നിൻ്റെയും അവൻ്റെയും വിവാഹം. പിന്നെ അവനെ അങ്ങ് പറഞ്ഞേക്ക് സ്വർഗത്തിലേക്ക്. അതിലൂടെ അവൻ്റെ സ്വത്തിന് അവകാശി നീ മാത്രമായിരിക്കും. ദേവിൻ്റെ മാത്രമല്ല, ആ കാത്തുവിൻ്റെ കയ്യിലുള്ളതിൻ്റെ അവകാശവും എനിക്ക് വേണം. അച്ഛൻ അതൊക്കെ നേടിയെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് എനിക്കൊരു തരി തരില്ല. പകരം നവീനായിരിക്കും കൊടുക്കുക. നമുക്കതൊക്കെ കൈക്കലാക്കാം. നീ ഇപ്പോൾ വാ. കുറച്ചായല്ലോ നിന്നെ വിശദമായി കണ്ടിട്ട്. അവൻ അർത്ഥം വെച്ച് പറഞ്ഞതും ലച്ചു നാണത്തിൽ പുഞ്ചിരിച്ചു. പിന്നെ കോള് കട്ട് ചെയ്ത് അവൻ്റെ ഫ്ലാറ്റിലേക്ക് കാർ തിരിച്ചു. ഏട്ടാ. എന്താ മോളെ? ഞങ്ങളെവിടെയൊക്കെ കാണാൻ കൊണ്ടുപോവോ? പിന്നെ കൊണ്ടുപോവാം. അല്ല, കാത്തു എവിടെ? ചേച്ചി റൂമിലുണ്ട്. പാവം, വയ്യാതിരിക്കുക. ഹോസ്പിറ്റൽ പോണോ? വേണ്ട ഏട്ടാ, മേരി ചേച്ചി ഉള്ളത് കൊണ്ട് എന്തൊക്കെയോ വെച്ച് കൊടുക്കുന്നുണ്ട്. തീരെ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറയണം. ഏട്ടാ, എന്നാലും നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അറിയും എൻ്റെ മോൾക്ക്. ഏട്ടാ, ഇവിടെയും അടിയുണ്ടാക്കാൻ പോവുകയാണോ? അടിയല്ല, ഒരു കുരുക്ഷേത്ര യുദ്ധത്തിനാണ് ഞാൻ വന്നത് തന്നെ. അതെന്തെങ്കിലും ആവട്ടെ. അല്ല, ഇത് പറ. എന്ത്? ഏട്ടാ, ഏട്ടന് കാത്തു ചേച്ചിയെ ഇഷ്ടമാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ചോദിച്ചതിന് ഉത്തരം പറ ഏട്ടാ. ഞാൻ ഉത്തരം പറയണമെങ്കിൽ വാതിലിൻ്റെ മറവിൽ നിൽക്കുന്ന നിന്റെ കാത്തു ചേച്ചിയെ വിളിക്ക്. എൻ്റെ ഈശ്വര, എന്നെ യാദവേട്ടൻ കണ്ടോ? കാത്തു മനസ്സിലോർത്തു. ഡി, വാതിലിൻ്റെ മറവിൽ നിൽക്കാൻ തന്നെയാണോ ഉദ്ദേശം മോൾക്ക്? ഇങ്ങോട്ട് വാ. കാത്തു മടിച്ചു വന്നതും അവനെ നോക്കി. അത് നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് അവിടെ നിന്നതാ, അല്ലാതെ ഞാൻ പറയാൻ നിൽക്കുന്നത് കേൾക്കാൻ നിന്നതല്ലല്ലോ. ഞാൻ ഒളിഞ്ഞു നിന്നൊന്നും കേൾക്കാറില്ല. അത് ഞാനിപ്പോൾ കണ്ടു. സത്യമായിട്ട് ഞാൻ അറിയാതെ വന്നു നിന്നതാ. നീ കള്ളം പറയാ. സത്യമാ? പൊടിക്കള്ളി. പിന്നെയും അവൻ ഓരോന്ന് പറഞ്ഞു നിന്നതും കാത്തു ദേഷ്യത്തിൽ അവൻ്റെ വയറിലേക്ക് ഇടിച്ചു. പിന്നെ പെട്ടെന്ന് ബോധം വന്നതും യാദവിനെ ചമ്മലോടെ നോക്കി അകത്തേക്ക് ഓടി. അവളുടെ ബാക്കിലായി യാദവും. എന്നാൽ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നന്ദുവും അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് അവൾ ഒരാൾ വന്ന് പൊക്കിക്കൊണ്ടു പോയതും അവൾ അയാളുടെ കയ്യിൽ കിടന്ന് കുതറി. എന്നെ വിടാനാ പറഞ്ഞത്. എൻ്റെ മോളെ, ഇത് ഞാനാ. ശിവേട്ടനെങ്ങനെ ഇവിടെ വന്നു? ഞാനിങ്ങോട്ടെ ട്രാൻസ്ഫർ വാങ്ങി. ഏട്ടാ, ഇപ്പം നടന്നത് മുഴുവൻ കണ്ടോ? കണ്ടു. പൂച്ചയെ പോലെ ആയിരുന്ന ചേച്ചിയിപ്പേ ഏട്ടനോട് സംസാരിച്ചു നിൽക്കാനേ നോക്കുന്നുണ്ട്. കാത്തൊരുപാട് മാറണം മോളെ. അതിനുവേണ്ടി യാദവ് പരിശ്രമിക്കുന്നുണ്ട്. അതെന്തിനാ ഏട്ടാ? അതറിയേണ്ട പ്രായം നിനക്കായിട്ടില്ല. ഓ, ഒരു വലിയ ആള് വന്നിരിക്കുന്നു. നീ വേണമെങ്കിൽ വാ, ഞാൻ ഉള്ളിലേക്ക് പോവാ. അയ്യോ, ഞാനും വരുന്നു. ഈ സമയം യാദവ് അങ്ങോട്ട് വന്നതും ശിവയെ കണ്ട് ഞെട്ടി. ശിവ, നീ ഇവിടെ? ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി. പെർമിഷൻ പെട്ടെന്ന് കിട്ടിയോ? ഇങ്ങോട്ട് വരാൻ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് വേഗം കിട്ടി. അല്ല ഏട്ടാ, ചേച്ചിയോ? അവിടെ ഛർദ്ദിച്ച് കിടക്കുന്നുണ്ട്. മേരി ചേച്ചി കൂടെയുണ്ട്. നീ അങ്ങോട്ട് പൊക്കോ. ഞങ്ങളൊരു സ്ഥലം വരെ പോവാ. ശരി ഏട്ടാ. ശിവ, നീ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് വാ, കുറച്ച് സംസാരിക്കാനുണ്ട്. 10 മിനിറ്റ്, ഇപ്പോൾ വരാം. ശിവ വേഗം ഫ്രഷായി വന്നതും രണ്ടുപേരും കൂടെ നടന്നു. ശിവ, അങ്ങോട്ട് നോക്ക്. ആ വീട്, കാത്തുവിൻ്റെ തറവാട്. എന്ത് വലിയ തറവാടാടത്! എൻ്റെയും കാത്തുവിൻ്റെയും പേരിലുള്ളതായി തറവാട്. വാട്ട്? സത്യമാ? പക്ഷേ ഞങ്ങൾ രണ്ടാളും ജീവിച്ചിരിക്കുന്നത് ആർക്കും അറിയില്ല. അതെന്താ അങ്ങനെ?
മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപേ ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നു. അതുപ്രകാരം കാത്തുവിൻ്റെ അച്ഛനായിരുന്നു ഈ സ്വത്തിൻ്റെ എല്ലാം അധികാരവും. അതുകൊണ്ട് ബാക്കിയുള്ളവർ അവകാശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരും അറിയാതെ അവളുടെ അച്ഛനെ കൊന്നുകളഞ്ഞു. ഡാ യാദവ്, നീ എന്തൊക്കെയായി പറയുന്നത്? ഇനിയും നീ എന്തൊക്കെ അറിയാൻ കിടക്കുന്നു ശിവ? പിന്നെ ദാ ആ കാണുന്ന തറവാട് കണ്ടോ? അത് എൻ്റെ തറവാട്, ഞാൻ ജനിച്ചു വളർന്ന വീട്. ഇപ്പോൾ അവിടെ എൻ്റെ അച്ഛനും മഹിയെങ്കിലും ഒഴിച്ച് എല്ലാവരും അവിടെയുണ്ട്. പിന്നെ നാളെ കഴിഞ്ഞ മറ്റന്നാൾ മുത്തശ്ശിയുടെ 80-ാം പിറന്നാളാണ്. അതുകൊണ്ട് എല്ലാവരും വരും. ഡാ, പക്ഷേ 2 തറവാടും ഒരു കോമ്പൗണ്ടിലാണല്ലോ, അതും അടുത്തടുത്ത്. അതെങ്ങനെ? ഞങ്ങളുടെ മുത്തശ്ശന്മാർ ചെറുപ്പം മുതൽ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് വിവാഹശേഷം 2 പേരും ഇവിടെ അടുത്തടുത്ത് വീട് വെച്ചു. അങ്ങനെ അവർക്ക് മക്കളായി. ഇതിൽ എൻ്റെ അച്ഛനും മഹിയെങ്കിലും കാത്തുവിൻ്റെ അച്ഛനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദം അവർ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണുങ്ങളിലേക്കും പകർന്നു. പക്ഷേ തറവാട്ടിലെ ബാക്കിയുള്ളവർ അവരിൽ നിന്നും വിട്ടുനിന്നു. അതുപോലെ മാറി നിൽക്കാനും തുടങ്ങി. പിന്നെ അവിടെ മഹിയെങ്കിലും വീട്ടുകാരും എൻ്റെയും കാത്തുവിൻ്റെയും വീട്ടുകാരും മാത്രമായി. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരു തറവാട്ടിൽ തന്നെ കൂടി. പിന്നെ ആ സന്തോഷത്തിലേക്ക് ഞാനും മഹിയെങ്കിലിൻ്റെ മകനും കാത്തുവും വന്നു. അങ്ങനെയായി എൻ്റെയും കാത്തുവിൻ്റെയും അച്ഛൻ്റെയും മഹിയെങ്കിലിൻ്റെയും പേരിലും തറവാട് എഴുതി വെച്ചത്. അതറിഞ്ഞ് 2 വീട്ടുകാരും വന്നു. പിന്നെ പ്രശ്നങ്ങളായി. ആദ്യം എൻ്റെ അച്ഛനെയും മഹിയെങ്കിലിനെയും ഫാമിലിയെയും ഇല്ലാതാക്കി. പിന്നെ അമ്മ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഒപ്പം ജയവതി അമ്മായിയും കാത്തുവിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അന്ന് കാത്തുവിന് 1 വയസ്സ് പോലും ആയിട്ടില്ല. പിന്നെ മോനെ, ഇവിടെ നിൽക്കാണോ? ഞാനിവിടെ എല്ലാം അന്വേഷിച്ചു. കഥ പറഞ്ഞു നിൽക്കുമ്പോഴാണോ ഇയാൾക്ക് വരാൻ കണ്ടത്? ശിവൻ മനസ്സിലോർത്തു. എന്താ വർക്കേട്ടാ? സേതുരാമൻ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരോ? എത്തി തുടങ്ങുന്നു. പിന്നെ എന്താ വർക്ക് ചേട്ടാ? ഈ 2 തറവാടും വിൽക്കാൻ പോവുക. അതിന് മുത്തശ്ശിയുടെ ഈ പിറന്നാളിന് എല്ലാവരും ഒത്തുചേരുന്നത്. എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. കുഞ്ഞെ സൂക്ഷിക്കണം. കൊല്ലാൻ മടിയില്ലാത്ത ജന്മങ്ങളാ. കുഞ്ഞിനറിയാലോ എല്ലാം. ഞാൻ സൂക്ഷിച്ചോണ്ട് വർക്ക് ചേട്ടാ. എന്ന മോനെ, ഞാൻ വീട്ടിലേക്ക് മടങ്ങുക. മേരിയെ കൂടെ കൂട്ടിക്കോട്ടെ. അതിനെന്താ വർക്കേട്ടാ, ഞങ്ങളും വരാം. ശിവ വാ, പോകാം. അവിടെ അവർ ഒറ്റയ്ക്കാ. ഡാ, ബാക്കി ഇങ്ങോട്ട് വാടാ. യാദവ് കലിപ്പ് മൂഡ് ഓണാക്കിയതും ശിവ അവനൊപ്പം വേഗം നടന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ നന്ദു ആരാണെന്ന് ചോദ്യചിഹ്നമായി തുടർന്നു. എന്നാൽ ഇതെല്ലാം മറഞ്ഞു നിന്ന് കേട്ടയാൾ ഒരാൾ വേഗത്തിൽ തറവാട്ടിനുള്ളിലെ വഴിയിലൂടെ ഓടി. യാദവ് വീട്ടിലെത്തിയതും ശിവ അവനെ വിളിച്ചു. എന്താടാ? ഡാ, നന്ദു അപ്പോ എൻ്റെ അനിയത്തി തന്നെയാ. അതെങ്ങനെ ശരിയാവും? ഒരമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നില്ലല്ലോ എൻ്റെ അനിയത്തിയാവാൻ. അത് ശരിയാ. പക്ഷേ അപ്പൊ നന്ദു ശരിക്കും ആരാ? അവളുടെ വീട്ടുകാർ? മഹി അങ്കിളിൻ്റെ മകൾ. അങ്കിളിന് അതിന് മകനല്ലേ ഉള്ളൂ. പിന്നെ ആ അങ്കിളിപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്ന ഏട്ടാ? നന്ദു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ പോയേ. എന്നെന്തിനാ ഓടിപ്പിക്കാൻ നോക്കുന്നത്? യാദവ്, ഇവളോട് പോവാൻ പറ. നീ വേണമെങ്കിൽ പൊക്കോ. പക്ഷേ എൻ്റെ പെങ്ങളോട് ഞാൻ പോവാൻ പറയില്ല. ഒരാങ്ങളെയും പെങ്ങളും വന്നിരിക്കുന്നു. മോളെ കാത്തു, നീ എന്തിനാ അവളെ വിളിക്കുന്നത്? ശിവേട്ടനെപ്പോൾ വന്നു? കാത്തു വന്ന് ചോദിച്ചു. കുറച്ചു നേരമായി. മോൾ ഇങ്ങോട്ട് വാ. എന്താ ഏട്ടാ? മോൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല. അത് കള്ളം. അത് പിന്നെ മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്നിട്ട് എന്താടി പൊന്ന മോളെ എന്നോട് പറയാതിരുന്നത്? യാദവ് ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ പേടിച്ചു നിൽക്കുന്നത് കണ്ടതും ശിവ കാത്തുവിനെ ചേർത്ത് പിടിച്ചു. ഡാ, ഇങ്ങനെ അലറുന്ന നിന്നോട് ഇവളെ എങ്ങനെ വന്ന് ചോദിക്കാനാ എന്തെങ്കിലും? ഇവൾക്ക് നാവില്ലേ എന്നോട് പറയാൻ? എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ശിവേട്ടാ, ഞാൻ പോവാ ഉള്ളിലേക്ക്. നീ എങ്ങോട്ടും പോകുന്നില്ല. ശിവ, നിന്റെ കാറിൻ്റെ കീതാ. എന്തിനാടാ? നന്ദു, ഇവളെ കൊണ്ട് കാറിൽ കയറ്. എങ്ങോട്ടാ ഏട്ടാ? ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം. യാദവ് മോനെ, നിന്റെ ഇളക്കം എനിക്ക് മനസ്സിലായി, ശിവ മനസ്സിൽ പറഞ്ഞു. എന്താടാ ചിരിച്ചു നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. ചിലരുടെ പെരുമാറ്റം മാറുന്നത് കണ്ട് ഒന്ന് ഓർത്തു നിന്നതാ. നീ വരുന്നുണ്ടെങ്കിൽ വാ. യാദവ് കാറിൽ കയറിയതും ശിവ ഓടിക്കയറി. പിന്നെ അടുത്തുള്ള ഹോട്ടലിന് മുൻപിൽ കാർ നിന്നതും എല്ലാവരും ഇറങ്ങി. കാത്തുവിന് മസാല ദോശയും നന്ദുവിന് പൊറോട്ടയും ചിക്കനും വാങ്ങിക്കൊടുത്തതും രണ്ടാളും അറ്റാക്ക് തുടങ്ങി. പിന്നെ യാദവും ശിവനും അവർക്ക് വേണ്ടതും കഴിച്ച് അവിടെ നിന്നും ഇറങ്ങി. ഏട്ടാ, കുറച്ചു നേരതാ അവിടെ കാണുന്ന സ്ഥലത്തിരുന്നാലോ? ഇവിടെ വേണ്ട, കാണാൻ പറ്റിയ വേറൊരു സ്ഥലം ഇവിടെ ഉണ്ട്, അങ്ങോട്ട് പോവാം. ഓക്കെ.
എവിടെയാടാ അത്? കുറച്ച് അങ്ങോട്ട് പോവണം, നടക്കണം. മോളെ കാത്തു, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ലേട്ടാ. എന്നാൽ നമുക്ക് നടക്കാം. ഇരുട്ടത്ത് നന്ദുവും കാത്തുവും മുൻപ് നടന്നതും ശിവ യാദവിൻ്റെ ഒപ്പം നടന്നു. ഡാ, നിനക്ക് ബാക്കി അറിയണം, അതല്ലേ എൻ്റെ പുറകെ നടക്കുന്നത്? എന്താ നിനക്കറിയേണ്ടത്? നന്ദു, എല്ലാത്തിനുമുള്ള ഉത്തരം നിനക്ക് ഇന്ന് കിട്ടും. എന്നാ വേഗം പറ, അതിന് സമയമായിട്ടില്ല. യാദവ്, നീ എന്താ ഈ കളിയാക്കുകയാണോ? ഏട്ടാ, ഇനി എങ്ങോട്ടാ? ഇനി എങ്ങോട്ട് പോവണ്ട, ദാ ആ കാണുന്നതാ സ്ഥലം. വെള്ളച്ചാട്ടം മുൻപിൽ കണ്ടതും നന്ദു അങ്ങോട്ട് ഓടി. യാദവും അവൾക്കൊപ്പം നടന്നു. ശിവേട്ട, എന്താ മുഖം വീർത്തിരിക്കുന്നത്? എനിക്കൊരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ സമാധാനം കിട്ടില്ല മോളെ. എന്ത് കാര്യം? അത് അവൻ പറയണ്ടേ? അല്ല മോളെ, നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? പിന്നെ ഏട്ടാ, ആ ദേവേട്ടൻ അന്വേഷിച്ച് വരുമോ?